നമസ്കാരം. വളരെയധികം ആശങ്കാകുലമായ ഒരു മനസ്സുമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ 10-20 വർഷങ്ങൾക്ക് മുൻപ് ശാരീരികപരമായിട്ടുള്ള ആക്രമണങ്ങൾ ഹിന്ദു പ്രവർത്തന സംഘടനകളെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ന് കേരളത്തിൽ വളരെ കലുഷിതമായിട്ടുള്ള അന്തരീക്ഷമാണുള്ളത്. ഹിന്ദുവിൻ്റെ ആചാരങ്ങൾക്കെതിരെയായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നു. ഹിന്ദുവിൻ്റെ ക്ഷേത്രങ്ങൾ പോലും സംരക്ഷിക്കപ്പെടാൻ സാധിക്കുന്നില്ല. ക്ഷേത്രഭൂമികൾ അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വഖഫ് ബോർഡ് ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നാം പത്രമാധ്യമങ്ങളുടെ ദൃശ്യമാധ്യമങ്ങളുടെയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയെത്ര ക്ഷേത്രഭൂമികളിലാണ് അവർ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പെൺകുട്ടികളെ തട്ടിയെടുത്തു കൊണ്ടുപോയി ലവ് ജിഹാദിൻ്റെ പേരിൽ എത്രയെത്ര പെൺകുട്ടികളാണ് ഇന്ന് മതം മാറ്റപ്പെട്ടിട്ടുള്ളത്. ആരാണോ ഊർജ്ജസ്വലരായിട്ടുള്ള ഹിന്ദു സംസ്കാരത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ട ഹിന്ദു കുട്ടികൾക്ക് ജന്മം കൊടുക്കേണ്ടിയിരുന്നത്, ആ ഗർഭപാത്രത്തിലെല്ലാം തന്നെ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഇസ്ലാമിക ജിഹാദികളുടെ കുഞ്ഞുങ്ങൾ പിറക്കുന്ന കാഴ്ച നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. എത്രയെത്ര അമ്മമാരുടെ കണ്ണീരാണ്, കുടുംബങ്ങളുടെ കണ്ണീരാണ് കേരളത്തിൽ നമുക്ക് കാണേണ്ടി വരുന്നത്. ഹിന്ദു എന്ന ഒറ്റ കാരണം കൊണ്ട് അവകാശങ്ങൾ മുഴുവൻ നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് എല്ലാ അവകാശങ്ങളും ലഭിക്കുന്ന സമയത്ത് ഹിന്ദുവിന് ഒരു അവകാശവുമില്ല. പോപ്പുലർ ഫ്രണ്ട് സജീവമായിരിക്കുന്ന സമയത്ത് നമുക്കറിയാം കേരളത്തിൽ ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടായിരുന്നു. സാധാരണ ഹിന്ദുക്കൾക്ക്, ഹിന്ദു സംഘടനാ പ്രവർത്തകന്മാർക്കോ ബജ്രംഗ് പ്രവർത്തകന്മാർക്കോ അല്ല, സാധാരണ ഹിന്ദുക്കൾക്ക് പോലും ഹിന്ദുവാണെന്നുറക്കെ പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം വന്നത്. പക്ഷേ ഇന്ന് വളരെയധികം ആശങ്കാജനകമായിട്ടുള്ളൊരു കാര്യം, കോഴിക്കോട് മുക്കം ഭാഗത്ത്, വടകര കുറ്റ്യാടി ഭാഗത്ത്, അതുപോലെ ആലപ്പുഴ ഭാഗത്തൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക പരിപാടിയുണ്ട്. അത് SDPIയുടെ നേതൃത്വത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു പുനരുജ്ജീവിപ്പിക്കൽ നടന്നുകൊണ്ടിരിക്കുന്നു. മൈതാനങ്ങളിലെല്ലാം തന്നെ എല്ലാവരും ഒരുമിച്ച് ചേരുകയും യോഗയുടെ പേരിൽ ഒരുമിച്ച് ചേർന്നുള്ള മാസ് ഡ്രില്ലിൻ്റെ പേരിൽ ഒരുമിച്ച് ചേരുകയും അവിടെ നിന്ന് ചില ഡ്രില്ലൊക്കെ ചെയ്ത് വ്യായാമമുറകളൊക്കെ ചെയ്തു പോവുകയും പിന്നീട് അവർ ഒരുമിച്ചിരുന്നു കൊണ്ട് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആശയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതിനെ വികസിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും, എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് മുഖം മാറ്റിക്കൊണ്ട് മറ്റൊരു മുഖം മൂടി അണിഞ്ഞുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് വീണ്ടും കേരളത്തിൽ സജീവമാകുന്നു എന്നത് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇത് അപകടകരമായ അവസ്ഥയിലേക്കാണ്. ഇവിടെയാണ് കേരളത്തിലെ ബജ്രംഗ് ദളിന്റെ പ്രവർത്തനം ശക്തമാവേണ്ട ആവശ്യമുള്ളത്. കേരളത്തിലെ ഹിന്ദു സമൂഹത്തിനെ സംരക്ഷിക്കാൻ ആരാണുള്ളത്? രാഷ്ട്രീയ പാർട്ടികളെ നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കില്ല. നമുക്ക് ഈ കഴിഞ്ഞ 10, 50, 60 വർഷത്തെ നമ്മുടെ ചരിത്രമൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു ഭരണകൂടവും ഹിന്ദുവിൻ്റെ വിശ്വാസങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടോ ഹിന്ദു സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യാൻ വേണ്ടിയിട്ടോ തയ്യാറായിട്ടില്ല എന്നുള്ളത് ചരിത്ര സത്യമാണ്, നഗ്ന യാഥാർത്ഥ്യമാണ്. വോട്ടിന് വേണ്ടിയിട്ടൊക്കെ എല്ലാവരും പുഞ്ചിരിച്ചുകൊണ്ട് ഹിന്ദുവിൻ്റെ അടുത്തേക്ക് വരുവാനും ക്ഷേത്രങ്ങളിൽ പോകുവാനും സന്യാസിമാരുടെ ആശീർവാദം വാങ്ങുവാനും ഒക്കെ എല്ലാവരും പോകാറുണ്ടാവും. പക്ഷേ ഭരണകർത്താക്കളായിക്കഴിഞ്ഞാൽ ആരും തന്നെ ഹിന്ദുവിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടോ ഹിന്ദു ധർമ്മത്തിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടോ ഒരു പ്രവർത്തനവും നടത്തുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തിനധികം പറയുന്നു, നമുക്ക് അറിയാം. ഇപ്പോൾ ശബരിമല സീസണാണത്. ഈ ശബരിമല മണ്ഡല കാലഘട്ടത്തിൽ എന്താണ് ശബരിമലയിൽ ഈ സർക്കാർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ മുൻ സർക്കാരുകൾ ചെയ്തിട്ടുള്ളത്? ശബരിമലയിലേക്ക് പോകുന്ന സമയത്ത് പമ്പയിൽ നിന്ന് നിലയ്ക്കലേക്ക്, അല്ലെങ്കിൽ നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് സ്പെഷ്യൽ ചാർജാണ്. അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. മറ്റുള്ള മതങ്ങളുടെ ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ ആ വഴിക്ക് പോകുന്ന സമയത്ത് ഫ്രീ ആയിട്ട് പോകുന്നതും മറ്റെല്ലാം വിട്ടേക്കൂ, അവർക്ക് കൊടുക്കട്ടെ. പക്ഷെ ഹിന്ദുവിനത് ചെയ്യുന്നില്ല. ഇതിനെതിരെ പ്രതികരിക്കുവാനുള്ള ഒരു സംഘടന, അതിൻ്റെ പ്രവർത്തനം ശക്തമാക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ സഹോദരിമാർ നാളെയും ഹിന്ദുവായിട്ട് നിലനിൽക്കുമെന്നും അവരുടെ കുഞ്ഞുങ്ങൾ ഹിന്ദുക്കളായി തന്നെ പിറക്കുമെന്നും നമുക്ക് ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു. ഇനി കേരളത്തിൽ ലവ് ജിഹാദിൻ്റെ പേരിൽ ഒരു ഹിന്ദു കുടുംബത്തിലും ഒരു തുള്ളി കണ്ണുനീർ പോലും വീഴാൻ വേണ്ടി പാടില്ല. നമ്മുടെ സഹോദരിമാരുടെ മാനം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ബജ്രംഗ് ദളിന്റെ പ്രവർത്തനം ശക്തിപ്പെട്ടേ പറ്റൂ. കേരളത്തിലെ ഹിന്ദു യുവാക്കൾക്ക് മാത്രമാണ് ഇന്നത്തെ കേരളത്തിൻ്റെ ഈ പരിതാപകരമായ അവസ്ഥയ്ക്ക് പരിഹാരം കാണുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് നേരെ ഉയരുന്ന വെല്ലുവിളികൾ, നമ്മുടെ ആചാരങ്ങൾക്ക് നേരെ വരുന്ന വെല്ലുവിളികൾ, ആരാണ് ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളത്? അതിനുവേണ്ടി കേരളത്തിലെ യുവജനത ഉണർന്നേ പറ്റൂ. ബജ്രംഗ് ദൾ അതിനുവേണ്ടിയാണ് പരിശ്രമിക്കുന്നത്.
നിങ്ങളുടെ ഓരോ സ്ഥലത്തും ബജ്രംഗ് യൂണിറ്റ് ഉണ്ട് എന്ന് വിചാരിക്കട്ടെ. ഒരു 10 20 ചെറുപ്പക്കാർ നിങ്ങളുടെ പ്രദേശത്ത്, നിങ്ങളുടെ ഗ്രാമത്തിൽ ബജ്രംഗ് ആ കൊടിക്ക് കീഴെ ഭഗവാൻ ആഞ്ജനേയനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന, ആഞ്ജനേയന്റെ കരുത്ത് മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു 20 ചെറുപ്പക്കാരുണ്ടെന്ന് വിചാരിക്കട്ടെ. അവിടേക്ക് നമ്മുടെ സഹോദരിമാരുടെ നേരെ തെറ്റായ ഒരു നോട്ടം നോക്കുവാൻ പോലുള്ള ധൈര്യം ഈ ജിഹാദികൾക്ക് ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ സംശയമാണ്. അവിടെ മതം മാറ്റത്തിന് വേണ്ടി വീട് വീടാന്തരം കയറി വന്ന് പ്രലോഭിപ്പിച്ച് മതം മാറ്റുവാൻ വേണ്ടി ഒരു ക്രിസ്ത്യൻ പാതിരിക്ക് പോലും ധൈര്യം ഉണ്ടാവുകയില്ല എന്നുള്ളത് സത്യമാണ്. അവിടെ നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് നേരെ കല്ലെറിയുവാനോ ക്ഷേത്രസ്ഥലം മോഷ്ടിക്കുവാനോ പിടിച്ചെടുക്കുവാനോ വരാനുള്ള ധൈര്യം ഒരുത്തരും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം സത്യമാണ്. അവിടെ നമ്മുടെ ആചാരങ്ങൾക്കോ നമ്മുടെ ഉത്സവങ്ങൾക്കോ നമ്മുടെ അനുഷ്ഠാനങ്ങൾക്കോ തന്നെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതിനെല്ലാം സംരക്ഷിക്കുവാൻ അവിടെയുള്ള ബജ്രംഗ് പ്രവർത്തകന്മാർക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് കേരളം ഇന്ന് നേരിടുന്ന ഈ ഒരു വലിയ പ്രശ്നമുണ്ട്. ഹിന്ദു സമൂഹം നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. നമ്മളിപ്പോൾ അങ്ങോട്ട് കൈചൂണ്ടി നിൽക്കുന്നു ബംഗ്ലാദേശിലേക്ക്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു, അവകാശങ്ങളോ എല്ലാം തന്നെ സംരക്ഷിക്കപ്പെടുന്നില്ല. അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബാംഗങ്ങളുടെയും മുന്നിൽ നിന്ന് പെൺകുട്ടികളെ ബലമായി പിടിച്ചുകൊണ്ടുപോയി അവരുടെ മുന്നിലിട്ട് തന്നെ മാനം കവരുന്ന ദയനീയമായ കാഴ്ചകൾ ബംഗ്ലാദേശിൽ കാണുന്നു. ഇത് നാം ബംഗ്ലാദേശിലാണ് എന്ന് വിചാരിച്ച് ആരും തന്നെ സമാധാനപ്പെടേണ്ട. വരാൻ പോകുന്ന കേരളത്തിൻ്റെ ഭാവി ഈ തരത്തിലാണ് പോകുന്നത് എങ്കിൽ ബംഗ്ലാദേശിനേക്കാളും ഭീകരമായ അവസ്ഥയിലേക്കാണ് കേരളത്തിലെ ന്യൂനപക്ഷ പ്രീണനം കൊണ്ട് കേരളത്തിൻ്റെ അവസ്ഥ മാറുവാൻ വേണ്ടി പോകുന്നത്. ഹിന്ദു സമൂഹം ജാഗ്രത പാലിക്കണം. അതുകൊണ്ട് ബജ്രംഗ് പ്രവർത്തനം, ഹിന്ദു ചെറുപ്പക്കാരുടെ കൂട്ടായ്മ, അതിനെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കണം. ബജ്രംഗ് നിങ്ങളോടൊപ്പമുണ്ട്. ഹിന്ദു സമൂഹത്തിന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഓരോ ബജ്രംഗിക്കും വാക്ക് തരാൻ വേണ്ടി സാധിക്കും. ബജ്രംഗ് ഒരു പ്രവർത്തകൻ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു പ്രവർത്തകൻ പോലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഹിന്ദു സമൂഹത്തിനെതിരായിട്ടുള്ള എന്ത് പ്രശ്നത്തിനെയും ചോദ്യം ചെയ്യാനുള്ള ശബ്ദമുണ്ടാവും, അതിനെ പ്രതിരോധിക്കുവാനുള്ള കൈകളുണ്ടാവും, കരുത്തുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് കേരളത്തിലെ ഹിന്ദു യുവാക്കളോടാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. നിങ്ങൾ എല്ലാവരും ബജ്രംഗ് പാതയിലേക്ക് കടന്നു വരൂ. നമ്മുടെ സംസ്കാരത്തിനെ സംരക്ഷിക്കുവാൻ, നമ്മുടെ കുടുംബത്തിനെ സംരക്ഷിക്കുവാൻ, നമ്മുടെ രാഷ്ട്രത്തിന് സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ബജ്രംഗ് അണിചേർന്നുകൊണ്ട് കേരളത്തില് ഹിന്ദു സമൂഹത്തിൻ്റെ പടച്ചട്ടയായിക്കൊണ്ട് ബജ്രംഗ് മാറ്റിയെടുക്കുവാൻ, ആ പടച്ചട്ടയിലെ ഒരു അംഗമായി മാറുവാൻ കേരളത്തിലെ മുഴുവൻ യുവജനങ്ങളും തയ്യാറാവണം, ഹിന്ദു യുവജനങ്ങളും തയ്യാറാവണം എന്ന് ആവശ്യപ്പെടുകയാണ്.